വെയിറ്റ് ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡയറ്റ് ചെയ്താലൊന്ന്, ഡയറ്റിങ്ങിലാണ് എങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഇന്നോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വെയിറ്റ് ഒക്കെ നോട്ട് ചെയ്തു. ഹൈപ്പോതൈറോയിഡ്സ് ആയതുകൊണ്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചു. പിന്നെ കുറേ ആൾക്കാർ മെസ്സേജിലും കമൻറ്റിലും ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലെൻസിനെ പറ്റി. ഇത് പവർ ലെൻസ് ആണ് കേട്ടോ. എൻ്റെ പവർ -4.5 ആണ്. അതിൽ ഞാൻ ബ്ലൂ കളർ വെച്ച് ചെയ്യിപ്പിച്ചാണ്. ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ യു എയിൽ ലെൻസ് കിട്ടുമെങ്കിലും അതിന് 250 ദിറംസ് ഒക്കെയാണ്. അതും 2 മാസം 1 മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 365 ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു ലെൻസ് ഞാൻ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. പിന്നെ മേക്കപ്പ് ഇല്ലാതെ നമുക്കൊരു പരിപാടിയില്ല. മേക്കപ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ പണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ തരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും മാറ്റം മുഖത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളർ മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ണ് എഴുതിയില്ലെങ്കിലൊക്കെ ആദ്യം വന്ന് പറയുന്നത് മാം എന്ത് പറ്റി ഇന്ന്, മാമിന് സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും നമുക്കുള്ളൊരു അപ്രീസിയേഷനും നമ്മളെ അവർ പരിഗണിക്കുന്നു എന്നുള്ള ഒരു ധാരണയെ നമുക്ക് വരും കേട്ടോ. അപ്പം മേക്കപ്പ് ഇല്ലാതെ ഉള്ള വഴിയൊന്നും ഇല്ല, മേക്കപ്പ് തന്നെ. പിന്നെ ഞാൻ എപ്പോഴും ഡയറ്റിങ്ങിലാണ് കേട്ടോ. 89 കിലോ ഉണ്ടായിരുന്നു ജൂലൈ 2024. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് തടിച്ചീന്നോ അമ്മച്ചീന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ ഒരു വാശിക്ക് കയറിയിട്ട് ഡയറ്റ് ചെയ്തു. അങ്ങനെ 1 മീൽ എ ഡേ ഡയറ്റ് ചെയ്തിട്ട് ഒരു 15 കിലോ ഒക്കെ, അതായത് ഒരു 74 കിലോ ഒക്കെ വരെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസംബറിൽ വെക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ലീവ് ആയതുകൊണ്ട് പിന്നെ ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും കൂടി. അതിപ്പോൾ 78 വരെയൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ കുറയുന്നില്ല കേട്ടോ. 1 മീൽ എ ഡേ നല്ല ഡയറ്റാണ് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെയിറ്റ് കുറയും. അങ്ങനെ ഒരുങ്ങി നമ്മൾ സ്കൂളിലോട്ട് പോവാണ്. നല്ല ട്രാഫിക് ഉള്ള ദിവസമായിരുന്നു. പിന്നെ ആയ കാലത്തൊന്നും ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ലവ് ലെറ്റേഴ്സിന് ഭയങ്കര ബഹളമാണ്. ഈ ഒരു കുപ്പിക്ക് 2 കുപ്പി വെള്ളം മാത്രമേ ഇതുവരെയും കുടിച്ചിട്ടുള്ളൂ. സന്തുബാം നൊസ്റ്റാൾജിയ ടീച്ചേഴ്സിൻ്റെ ഒക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. മൂത്ത ആളെയും വിളിച്ചുകൊണ്ടാണ് വന്നത്. ഇനിയിപ്പോൾ ലെൻസ് റിമൂവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ലെൻസ് റിമൂവ് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ. വെക്കുന്നതിനെക്കാട്ടിലും ഈസിയാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 2 പവറാണ്, 2 കണ്ണിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിഡ് കണ്ടോ, ഇതിൻ്റെ 2 കളറായിട്ട് കാണാൻ പറ്റും. പിന്നെ ഞാൻ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് സോഡ കുപ്പിയായി. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ചിയാ സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചു. എനിക്ക് കണ്ടാത്തൊരു സാധനമാണ് ഈ ചിയാ സീഡ്. പക്ഷേ എന്ത് ചെയ്യാൻ, വെയിറ്റ് കുറയണ്ടേ. പിന്നെ ഫസ്റ്റ് മീൽ എഗ് ഡയറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. 3 പുഴുങ്ങിയ മുട്ടയും ഒരു ആപ്പിളും കൂടെ കഴിച്ചു കേട്ടോ. വെയിറ്റ് എങ്ങനെയും കുറച്ചിട്ട് വേണം നാട്ടിൽ പോയി വയറ് നിറച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു ഡയറ്റിങ്ങിലാണ് ഇപ്പം എന്ന് പറയാൻ പറ്റും. പച്ചവെള്ളം പോയിട്ട് ഒന്ന് നേരാവണ്ണം ശ്വസിച്ചാൽ പോലും എൻ്റെ വെയിറ്റ് കൂടും കേട്ടോ. അങ്ങനെയുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചു. അതിന് ശേഷം ഇത് ലാസ്റ്റ് മീലാണ് കേട്ടോ. 7 മണിയായിപ്പം. ഓട്സാണ്. ഓട്സ് എനിക്കിഷ്ടമാണ്, കുഴപ്പമില്ല. ഞാൻ ആദ്യം ഓർത്തായിരുന്നു ഓട്സിൻ്റെ കൂടെ അച്ചാർ കൂട്ടി കഴിക്കാമെന്നോ, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. മധുരമുണ്ട് കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീവിയാന എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. ഇത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. 7 മണിയായിട്ടേ ഉള്ളൂ. ഇനി ഒന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പം നാളത്തെ വെയിറ്റ് ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.